മാലിക്കും ലാ യർളാഹു എടുക്കേ എന്നല്ലേ ഇവിടെ കൊയ്പ്പർ സുലൈമിനോട് പറഞ്ഞ്. അതേ ഹിശാമിന്റെ ഹദീസ് നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റുമല്ലേ? നല്ലോം പാടിച്ചേരാ ഞങ്ങള്. ഹാർമോണിയത്തിന്റെ ഹദീസേ, കുപ്രസിദ്ധമായ ഹദീസിന്റെ സനത് വെറുതെ ഞങ്ങൾ വായിക്കാതിരുന്നത്. കൈയ്യോട് വായിക്കുന്ന എനിക്ക് വായിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് വെറുതെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മടവൂർ സുഹൃത്തുക്കളെ, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ സംഗീതത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താ? ഈ സംഗീതം ഇവിടെ അസീസ് മദനി പറഞ്ഞു, സംഗീതവുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും ദുർബലമാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ഇബ്നു കസീർ പറഞ്ഞത് എന്താ? വഖദ് നഖല ഗൈറു വാഹിദ് മിനൽ അയിമ്മത്തി ഇജ്മാഅൽ ഇൻഖിയാദ് അലാ തഹരീം ഇജ്തിമാഇ ദുഫൂഫ് വശബാബാത്ത്. സംഗീത ഉപകരണങ്ങൾ ഹറാമാണെന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്. ഇജ്മാ ഉള്ള വിഷയമാണത്, മനസ്സിലായോ? ഇനി മാത്രമല്ല, ഇബ്നു ഹജർ ഹൈതമി എന്താ പറഞ്ഞറിയോ? ഈ വിഷയത്തിൽ ഒരുപാട് സംഗീത വിഷയം അത് എടുത്തു പറഞ്ഞു. വകുല്ലുഹാ മുഹറമത്തുൻ ബിലാ ഖിലാഫിൻ, എല്ലാ സംഗീതവും ഹറാമാണ്, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വമൻ ഹക്കാ ഫിഹാ ഖിലാഫൻ, ഇനി ആരെങ്കിലും ഈ വിഷയത്തിൽ വല്ല എതിരഭിപ്രായം പറഞ്ഞാൽ ഫഖദ് ഖലത, അവൻ അബദ്ധത്തിൽ ചാടി. വഗലബ അലൈഹി ഹവാഹു, അവന്റെ ദേഹേച്ഛ അവൻ അതിജയിച്ചു. അവന് കണ്ണ് കാണാതായി, പിന്നെ കാത് കേൾക്കാതായി, പൊട്ടനായി അവൻ. ഈ ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ സഹോദരങ്ങളെ, അപ്പോ ഹാർമോണിയത്തിന്റെ കഥയപ്പത്. അപ്പോ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം. അബ്ദുസ്സലാം സുലൈമിയോട് ചോദിച്ചു നോക്കണം, എവിടെ ഇതിൽ സഹാബിമാർ പാട്ട് പാടി? നിങ്ങൾ എന്താ എഴുതി വിട്ടത്? ഒന്നും കൂടി കേട്ടോ. സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട്. പെരുന്നാൾ ദിവസങ്ങളിലും കല്യാണത്തിലും ഹാർമോണിയം കൊണ്ട് അവർ പാട്ട് പാടാറുണ്ട്. ഈ പച്ചയായ കളവ് നിങ്ങൾ ബുഖാരിയുടെ പേര് ചാർത്തി. ആ ബുഖാരിയുടെ നിങ്ങൾ പറഞ്ഞ നമ്പർപ്പെട്ട ഹദീസാ ഞാൻ വായിച്ചത്. അതിൽ സഹാബിമാരെന്നില്ല, ജാഹിലിയ കാലഘട്ടത്തിലെ കള്ളുകുടിയന്മാരായ ആളുകൾ നടത്തിയ സമ്പ്രദായത്തെ പറ്റിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത മറുപടിയിൽ പറയണം, ഏതാണ് ആ സഹാബി, ഏതാണ് ആ പാട്ടുപാടിയ സഹാബി, നിങ്ങൾ വിശദീകരിക്കണം. ഇനി സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, താജുദ്ദീൻ സലാഹിയും ഫൈസൽ മോദി സംസാരിക്കാറുണ്ട്. ഇനി എന്റെ പേരിൽ ഇദ്ദേഹം ഇവിടെ വലിയൊരു ആരോപണം പറഞ്ഞിരുന്നു. അതെന്താ? ഞാൻ അബ്ദുസ്സലാം സുല്ലമി എഴുതിയതിൽ കട്ട് വായിച്ചു. ഞാനത് എന്റെ ഒന്നാമത്തെ വിശദീകരണത്തിൽ കൃത്യമായി വിശദീകരിച്ചതാണ്. പിന്നെയും ഇയാൾക്ക് എന്തെങ്കിലും ഒന്ന് പറയണല്ലോ. 9 ആളുകളും 10-15 ആൾക്കാർ വന്നിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടപ്പോയത്തം പറഞ്ഞ് ആളുകളെ തൃപ്തിപ്പെടുത്തണ്ടേ? അതിന് വീണ്ടും ഇയാൾ എന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. ഞാൻ വീണ്ടും അബ്ദുൽ ലത്തീഫ് മൗലവിയോട് ചോദിക്കട്ടെ, ഞാൻ വിട്ടതെന്താ? ഇതിന്റെ 220-ാമത്തെ പേജിൽ ഞാൻ പറഞ്ഞല്ലോ, 220-ാമത്തെ പേജിൽ, ആ 220-ാമത്തെ പേജിൽ നിന്ന് ഞാൻ കട്ട് വായിച്ചു, അല്ലെങ്കിൽ ഞാൻ വിട്ടു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. 202-ാമത്തെ പേജിൽ നിന്ന് അതിൽ ഞാൻ ചോദിച്ചിരുന്നു, അബ്ദുസ്സലാം സുല്ലമി ഇവിടെ വിമർശിച്ചിട്ടുള്ളത് ഖബർ ശിക്ഷയെ തന്നെയാണ്. അതിനിടയ്ക്ക് അയാൾ ഖുറാഫികൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ശരി, എന്നാൽ പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അബ്ദുസ്സലാം സുല്ലമി ഖബർ ശിക്ഷയെ വിമർശിക്കാനല്ല ഹദീസ് കൊടുത്തിട്ടുള്ളത്, നേരെ മറിച്ച് മുസ്ലിയാക്കന്മാര് ഈ ഹദീസ് വെച്ചുകൊണ്ട് മരിച്ചവര് കേൾക്കുമെന്ന് പറയുന്നുണ്ട്, അതിന് മറുപടി കൊടുക്കാനാണ്. അല്ല, വിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം എന്ന് എഴുതിയത് ഈ കബറിൽ കിടക്കുന്നതിന്റെ അയാൾ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുന്ന പറ്റിയല്ല, ആണെന്ന് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ കളവ് പറയുകയാണ് ഇവിടെ. ഇനി മാത്രമല്ല, ഞാൻ വിട്ടത് അപരാധമാണെങ്കിൽ, അത് തട്ടിപ്പാണെങ്കിൽ, അത് തട്ടിപ്പാകണമെങ്കിൽ എന്ത് വേണം? പിന്നെ അബ്ദുസ്സലാം സുല്ലമി ഖബർ ശിക്ഷയെ അംഗീകരിക്കുന്നു എന്ന വാദം ഈ വിട്ട വരികളിൽ ഉണ്ടാകണം. അത് ഞാൻ കോഴിക്കോട് നിന്ന് ചോദിച്ചിരുന്നു, ഇവിടെ നന്ദിയിൽ നിന്ന് ചോദിച്ചിരുന്നു, വീണ്ടും ഞാൻ ചോദിക്കുന്നു. ഞാൻ വിട്ട ഭാഗത്ത് അബ്ദുസ്സലാം സുല്ലമി ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച ഒരു വാക്ക് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? മറുപടി ഉണ്ടായിട്ടില്ല. പിന്നെ മുപ്പര് വളരെ രസമുണ്ട്. എന്താ അറിയോ? ഇതിങ്ങനെ കുറച്ചങ്ങോട്ട് പോയിട്ട് 219-ാമത്തെ പേജിൽ നല്ല രസമുണ്ട്. അബ്ദുസ്സലാം സുല്ലമി ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടില്ല, ഖബർ ശിക്ഷ അംഗീകരിച്ചവനാണ് എന്ന് വരുത്തി തീർക്കണയാക്ക്. അതിന് പരദൂഷണവും മൂത്രവും എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തെ സംബന്ധിച്ച് നമ്മുടെ ലത്തീഫ് മൗലവി പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടോളൂ. അടുത്ത റേറ്റിംഗ് ഉണ്ട്, വേറെ റേറ്റിംഗ് എന്താ? പരദൂഷണവും മൂത്രവും, അധ്യായം 88. അതിന് കൊടുത്തെന്താ?
ആ ഹെഡിങ് കൊടുത്തിട്ട് ഒറ്റ വാല് കൊടുത്തിട്ടുള്ളൂ. കാരണം ഖബർ ശിക്ഷ ഉണ്ടാകും, പരദൂഷണം കൊണ്ടും മൂത്രം കൊണ്ടും ഖബർ ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞത് അതിനൊരു ഹദീസും തെളിവെടുത്തിട്ടുണ്ട്. അപ്പോ ഖബർ ശിക്ഷ ഉണ്ട്, ഖബർ ശിക്ഷ സത്യമാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഹദീസുകളെ എടുത്തുകൊടുത്ത് ഒന്നിനും ഒരു വ്യാഖ്യാനം പോലും പറയാതെയാണ് അബ്ദുസ്സലാം സ്വലമി ലേഖനം എഴുതിയത്. അപ്പൊ ഇയാളെന്താ പറഞ്ഞ പരദൂഷണവും മൂത്രവും എന്ന അധ്യായത്തിന്റെ താഴെ അബ്ദുസ്സലാം സ്വലമി എഴുതുന്നു കാരണം ഖബർ ശിക്ഷയുണ്ടാകും. ഇയാൾ അങ്ങനെ അവതരിച്ച അപ്പൊ പരദൂഷണവും മൂത്രവും ഏതാണ് ബുഖാരിയുടെ അധ്യായത്തിന്റെ പേര്. ആ പേര് കഴിഞ്ഞിട്ട് അബ്ദുസ്സലാം സ്വലമി എന്താ എഴുതിയത്? കാരണം ഖബർ ശിക്ഷയുണ്ടാകും. ഓ ലത്തീഫ് മൗലവി, നിങ്ങൾക്ക് അറബി ഏതാനും വായിക്കാൻ അറിയില്ലല്ലോ, നിങ്ങൾക്ക് മലയാളം വായിക്കാൻ അറിയില്ലേ? സഹീഹുൽ ബുഖാരിയുടെ പരിഭാഷ വേണ്ട, സഹീഹുൽ ബുഖാരി എടുത്തു നോക്ക്. അത് ഇമാം ബുഖാരിയുടെ ബാബാണ്, അബ്ദുസ്സലാം സ്വലമിയുടെ വകയല്ല. അത് ഇമാം ബുഖാരി എഴുതിയതാണ്. ഇമാം ബുഖാരി എഴുതിയതാണ്. ആ വാക്ക് നിങ്ങൾ കേട്ടോളൂ, സ്ക്രീൻ കാണില്ലേ? അപ്പൊ പരദൂഷണവും മൂത്രവും കാരണം ഖബർ ശിക്ഷയുണ്ടാകുമെന്ന്, കാരണം ഖബർ ശിക്ഷ ഉണ്ടാകുന്നത് അബ്ദുസ്സലാം സ്വലമിയുടെ വകയല്ല, അത് ഇമാം ബുഖാരിയുടെ ബാബിന്റെ പേരാണ്. മനസ്സിലായില്ല എനിക്ക്? എന്താണിത്? ഇയാൾ ഇങ്ങോട്ട് ഖബർ ശിക്ഷ ഉണ്ടെന്ന് അബ്ദുസ്സലാം സ്വലമി അംഗീകരിച്ചിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ നിലപാടാ. എന്നാ കേട്ടോ, ഞാൻ പറഞ്ഞ 2 തെളിവുകളെ നിങ്ങൾ ഗണ്ണിച്ചിട്ടില്ല. ഇനി കേട്ടോ, മൂന്നാമത്തെ ഒരു തെളിവ് കൂടി ഇന്ന് പറയാം. ഇതിവിടെ അവൻ പറഞ്ഞിട്ടില്ല. മരണപ്പെട്ടവന് നരകം പ്രദർശിപ്പിക്കൽ അടുത്ത അധ്യായം. പരദൂഷണം മൂത്രവും അടുത്ത അധ്യായം. ഖബർ ശിക്ഷ ഇയാൾ ഖുർആനെതിരാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ അവൻ സ്വർഗ്ഗക്കാരനാണെങ്കിൽ സ്വർഗ്ഗത്തിലും നരകക്കാരനാണെങ്കിൽ നരകത്തിലുമുള്ള അവന്റെ ഇരിപ്പിടം അല്ലാഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുവരെ രാവിലെയും വൈകുന്നേരവും അവന് ദർശിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവനോട് പറയും, ഇതാണ് നിന്റെ സീറ്റ്. അഥവാ ഖബറിൽ ഒരു മനുഷ്യന് നരകവും സ്വർഗ്ഗവും രാവിലെയും വൈകുന്നേരം ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഈ ഹദീസിനെ സംബന്ധിച്ച് അബ്ദുസ്സലാം സ്വലമിന്റെ കമന്റ് എന്നറിയോ? പരലോകത്ത് വരുമ്പോൾ അവന്റെ ഗ്രന്ഥം കൈകളിൽ ലഭിക്കുന്ന സന്ദർഭത്തിലാണ് തന്റെ സീറ്റ് എവിടെയാണെന്ന് ഒരു മനുഷ്യന് ഉറപ്പായ ജ്ഞാനം ലഭിക്കുകയെന്ന് ഖുർആൻ പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ ഹദീസിൽ പറഞ്ഞ കാര്യം ഖുർആനെതിരാണ്. ഇനി കേട്ടോ, അബ്ദുസ്സലാം സ്വലമി ഖബർ ശിക്ഷ അംഗീകരിച്ചിട്ടുണ്ടോ? അഹ്ലുസുന്നന്റെ വിശ്വാസം എന്താ? അഹ്ലുസുന്നയുടെ വിശ്വാസം ഖബർ ശിക്ഷ ശാരീരികവും ആത്മീയവുമാണെന്നാണ്. ആത്മാവിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒരുപോലെ കിറ്റും ഖബർ ശിക്ഷ എന്ന സലാം സ്വലമി പറഞ്ഞു കേട്ടോ. ഖബറിൽ വെച്ചുകൊണ്ട് മനുഷ്യനെ പകുതി ജീവനിടുകയും അവൻ ഇരുത്തിയ ശേഷം 2 മലക്കുകൾ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് അവൻ അടിക്കുമെന്നുമെല്ലാം പറയുന്ന ഹദീസുകൾ ഒരിക്കലും അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ വിവക്ഷിക്കാവുന്നതല്ല. ഖബറിൽ ഒരു മനുഷ്യനെ ഇരുത്തുമെന്നും ഖബറിൽ ഒരു മനുഷ്യനെ അടിക്കുമെന്നും പറഞ്ഞാൽ ആ ഹദീസിനെ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ പറയൂ മടവൂർ സുഹൃത്തുക്കളെ, ഇയാൾ ഖബർ ശിക്ഷ അംഗീകരിച്ചിട്ടുണ്ടോ, നിഷേധിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ ലത്തീഫ് സുല്ലമി? നിങ്ങളത് കോഴിക്കോട് എന്റെ പ്രസംഗത്തിൽ കേട്ടതല്ലേ? നിങ്ങൾ ആ പ്രസംഗം ഉദ്ധരിച്ചല്ലോ. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് പിന്നെയും എന്താ നിങ്ങളുടെ പേരിൽ എന്നെ നിങ്ങൾ കള്ളനാക്കി, ഞാൻ കളവ് പറഞ്ഞു പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ ഞാൻ എന്റെ ശബ്ദം അബ്ദുസ്സലാം സ്വലമി കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ ബൈലക്സിലൂടെ ഒന്ന് പറയണം, അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഖബർ ശിക്ഷ ശാരീരികവും ആത്മീയവുമായ ഖബർ ശിക്ഷ ഞാൻ തള്ളിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. ആത്മീയം എന്ന് പറയും. ആത്മീയം അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. ഈ ഹദീസിനെ ഇയാൾ ഇതിൽ തള്ളുന്നുണ്ട്, ഇയാളുടെ മയ്യത്ത് സംസ്കരണ മുറകൾ എന്ന പുസ്തകത്തിൽ. അപ്പൊ അതിനെ തള്ളിയിട്ട് ആത്മീയം എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടുണ്ട്, ഖബർ ശിക്ഷയെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ദജ്ജാലിനെയും നിഷേധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സംവാദം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ ശബാബിൽ ഒരുപാട് കളവുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 15ഓളം കളവുകൾ. അതിൽ ആകെയുള്ള ഒരു സത്യം എന്താ? സംവാദത്തിൽ അലിമദനി സാഹിബ്, കരിമ്പിലാക്കൽ മൗലവി, മാലിക് സലഫി, ഫൗലുക്കുമരി എന്നിവർ പങ്കെടുത്തു. അത് കളവല്ല, അത് ശരിയാ. ബാക്കിയുള്ള എല്ലാ പാരഗ്രാഫും നുണയാണ്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ സമയം ഇൻഷാ അല്ലാഹ് ആവശ്യം പിന്നെ വിശദമായി സംസാരിക്കാം. അടുത്തിലൊക്കെ ഇസ്ലാഹിൽ വളരെ വിശദമായി കൂടെ തന്നെ ആ സംബന്ധിച്ച ലേഖനം നിങ്ങൾക്ക് കാണാം. ഇനി ഇയാൾ ദജ്ജാലിനെ നിഷേധിച്ചു എന്നാണ് ശബാബിൽ എന്റെ പേരിൽ ആരോപണം പറഞ്ഞത്. കേട്ടോ, ദജ്ജാലിനെ നിഷേധിച്ചിട്ടില്ല എന്നാണ് അബ്ദുസ്സലാം സ്വലമി പറയുന്നതെങ്കിൽ ഇത് ഏറ്റവും അടുത്തിറങ്ങിയ അൽഫനാർ മാസികയിൽ ഇയാളുടെ വിശ്വാസം എന്താ? അഹ്ലുസുന്നയുടെ ദജ്ജാലിന്റെ വിശ്വാസം എന്താ?
മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അവസാന സമയമാകുമ്പോൾ ഫലസ്തീന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രത്യേകമായ സൃഷ്ടിയാണ്. ഈ ലോകത്ത് അവൻ എല്ലാ സ്ഥലങ്ങളിലും എത്തും, മക്കയിലും മദീനയിലും എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ദജ്ജാലിനെ സംബന്ധിച്ച് ഇയാളുടെ വിശ്വാസം എന്താ അറിയോ? എന്റെ അഭിപ്രായം എല്ലാ കാലത്തും മസീഹുദ് ദജ്ജാൽ ഉണ്ടായിരിക്കുമെന്നതാണ്. റസൂൽ പറഞ്ഞെന്താ? ലോകത്തിന്റെ അവസാന കാലത്ത് വരുന്ന ആളാണ് മസീഹുദ് ദജ്ജാൽ. ഇയാളുടെ വിശ്വാസം എന്താ? എല്ലാ കാലത്തും മസീഹുദ് ദജ്ജാൽ ഉണ്ട്. കേട്ടോ, ഇനി കേട്ടോ, ഞാൻ മസീഹുദ് ദജ്ജാലിനെ എതിർക്കുന്നില്ല. എക്കാലത്തും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ശക്തികൾക്കും കലകൾക്കും എല്ലാം തന്നെ പറയുന്ന പേരാണ് മസീഹുദ് ദജ്ജാൽ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കേട്ടോ, എല്ലാ കാലത്തും. അപ്പൊ റസൂൽ പറഞ്ഞിട്ടില്ലേ, മസീഹുദ് ദജ്ജാൽ മക്കയ്ക്കും മദീനയ്ക്കും പ്രവേശിക്കൂല. ഏറ്റവും വലിയ പെരുങ്കളനായ ഈ കാന്തപുരം മുസ്ലിയാർ മക്കയിലും മദീനയിലും പ്രവേശിക്കണില്ലേ സുല്ലമി? നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? എന്റെ വിശ്വാസം എന്താ? എല്ലാ കാലത്തും മസീഹുദ് ദജ്ജാൽ ഉണ്ടാകും. സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന ആളാണ് മസീഹുദ് ദജ്ജാൽ. ഈ കാന്തപുരം, പെരുങ്കള്ളനായ കാന്തപുരം മദീനയിൽ പോകാറില്ലേ, മക്കയിൽ പോകാറില്ലേ? അപ്പൊ അയാൾ മസീഹുദ് ദജ്ജാലാ? അയാൾ ദജ്ജാലിന്റെ വിഷയത്തിൽ നമുക്ക് അത് തർക്കമൊന്നുമില്ല. പക്ഷെ മസീഹുദ് ദജ്ജാൽ വേറെ വരാറുണ്ട്. ഇനി കേട്ടോ, ഞാൻ നമസ്കാരത്തിൽ മസീഹുദ് ദജ്ജാലിന്റെ തിന്മയിൽ നിന്ന് രക്ഷ തേടാറുണ്ട്. അന്ത്യദിനത്തിലും ഹദീസിലും പറയുന്നത് പോലെ ആ മസീഹുദ് ദജ്ജാൽ വരുന്നതിന് എനിക്ക് എതിർപ്പുമില്ല. മുപ്പര് ഔദാര്യാണത്. എന്താണ്? അപ്പൊ പണ്ട് ഈ പകര അസനി പറയാറുണ്ടല്ലോ, അല്ല ഇനിയിപ്പോ കാന്തപുരത്തോട് ചോദിക്കാടൊന്നും അല്ല ചെയ്യുന്ന എനിക്കൊന്നുമില്ല. ഇനിയിപ്പോ അബ്ദുസലാം സുല്ലമിനോട് ചോദിച്ചിട്ട് വേണം, സലാം സുല്ലമി നിങ്ങൾക്ക് ദജ്ജാലിന് എന്നാ ഓക്കെ. ഇമാരി പൊട്ടപ്പോഴത്തും വിവരക്കേടും മടവോ സുഹൃത്തുക്കൾ അത് പരിഹസിക്കാൻ പറയില്ല. നിങ്ങളുടെ നേതാവ് കേരളത്തിലെ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന നിങ്ങൾ പറയുന്ന മുഹദ്ദിസ് എഴുതി വിട്ടതാണിത്. ഇനി കേട്ടോ, ഇതാണ് എന്റെ വിശ്വാസം. ഞാൻ മസീഹുദ് ദജ്ജാലിനെ എതിർക്കുന്നു എന്ന് പറയുന്നവരും ചിലപ്പോൾ മസീഹുദ് ദജ്ജാലായി കൂടായികയില്ല. അപ്പൊ സലാം സുല്ലമിനെ എതിർക്കണമെന്ന് മസീഹുദ് ദജ്ജാലാകും. നല്ല എളുപ്പമുണ്ട്. ഇനി നിങ്ങൾ പറയണം, മസീഹുദ് ദജ്ജാലിനെ സലാം സുല്ലമി നിഷേധിച്ചിട്ടുണ്ടോ അല്ലേ? അഹ്ലുസുന്നയുടെ റസൂലുള്ളാഹി പഠിപ്പിച്ച മസീഹുദ് ദജ്ജാലിനെ അബ്ദുസ്സലാം സുല്ലമി അംഗീകരിച്ചിട്ടുണ്ടോ അല്ലേ? സിറാത്ത് അംഗീകരിച്ചിട്ടുണ്ടോ അല്ലേ? നുസൂൽ അംഗീകരിച്ചിട്ടുണ്ടോ അല്ലേ? നിങ്ങൾ ഇവിടെ പറയണം. നുസൂലിനെ സംബന്ധിച്ച അലി മദനി സാഹിബ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനതിലേക്ക് വിശദീകരിക്കുന്നില്ല. അവസാനം സഹോദരങ്ങളെ, ഇവിടെ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇവർ നടത്തിയിട്ടുണ്ട്. ഞാൻ അതുകൂടി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ വിവരക്കേട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം തനിച്ച വിവരക്കേടിലാണ് ഇവരുള്ളത്. അതിൽപ്പെട്ട ഒന്നാമത്തെ തട്ടിപ്പ് നിങ്ങൾ കേട്ടുള്ളൂ. അസീസ് മദനി പറയാണ് കാന മാലിക്കുൻ ലാ യർലാഹു എന്ന് പറഞ്ഞിട്ട് ബാക്കി അദ്ദേഹം വായിക്കാതെ വിട്ടുകളയുന്നു. ഇമാം മാലിക് അദ്ദേഹത്തിന് തൃപ്തിപ്പെടാറുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ നമ്മൾ വേറെ വിശദീകരണം പറയാൻ. അപ്പൊ ഇബ്നു ഹജറിന്റെ വഖദ് ഹത്തജ ബി ഹിശാമിൻ ജമീഉൽ അയിമ എന്ന വാചകം ഇയാൾ വിട്ടു. തട്ടിപ്പ് 1. മറുപടി പറയണം. രണ്ടാമത്തത്, അസീസ് മദനിക്ക് ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ച് വിവരമില്ല. എനിക്ക് ഖബറുൽ ആഹാദ് എന്ന് പറഞ്ഞ മാലിക് ജഹ്ലും ഉറക്കമാണെന്നൊക്കെ പറഞ്ഞ ആളാ. കേട്ടോ, ഇയാൾ എന്താ പറഞ്ഞത്? അൻകറ എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചു എന്നർത്ഥം പറയാം. കേട്ടോ, ഈ ഹദീസിനെ ഇൻകാർ ചെയ്തു, നിഷേധിച്ചു. അപ്പോ മുഹദ്ദിസീങ്ങൾ അൻകറ, ഒരു റിവായത്തിനെ സംബന്ധിച്ച് അൻകറ എന്ന് പറഞ്ഞാൽ ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മളെ പോലെ നിഷേധിച്ചു എന്നാ. അൻകറ എന്ന് പറഞ്ഞ ഭാഷയിൽ നിഷേധിച്ചു നടത്തണ്ട്. ഉസൂൽ ഹദീസിന്റെ നിയമത്തിൽ അൻകറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നല്ല. ഒരു സിഖത്തായ റാവി, സ്വീകാര്യന റാവി ഒറ്റപ്പെട്ടു വന്ന ഹദീസുകൾക്ക് അൻകറ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, അടുത്ത പ്രസംഗത്ത് പറ, അപ്പൊ തെളിവാണ് തരും. അല്ലാതെ മുഹദ്ദിസീങ്ങൾ അൻകറ എന്ന് പറഞ്ഞ് നിഷേധിച്ചു എന്നല്ല. പൊട്ടപ്പോയത്തും വിവരക്കേട്. അടുത്ത് വരട്ടെ. മോശമായ അഭിപ്രായം പറഞ്ഞവരുടെ അഭിപ്രായത്തിന് മുൻപിപ്പിക്കണം എന്നതാണ് നിദാന ശാസ്ത്ര നിയമം. അത് വെച്ചുകൊണ്ടാണ് അബ്ദുസ്സലാം സുല്ലമിയും
അതുപോലെ മറ്റുള്ള ആളുകളുമൊക്കെ ഇക്കാര്യം ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി കൊടുത്തത്. അൽ ജർഹു മുഖദ്ദമുൻ, അതുപോലെ ഹിസാമിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് ആൾക്കാർ ഇയാളെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്, രണ്ടാൾക്കാർ ഇയാളെ സംബന്ധിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ പറ്റി പറഞ്ഞ, അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ആക്ഷേപമാണ് നന്നാക്കി പറഞ്ഞതിനേക്കാൾ മുന്തിക്കേണ്ടത്. ഇയാൾക്ക് ഉസൂൽ ഹദീസിനെ സംബന്ധിച്ച് വിവരമില്ല. ജർഹ് എപ്പോഴാണ് ജർഹിനെ സംബന്ധിച്ച് എപ്പോഴാണത് തഖ്ദീം ചെയ്യേണ്ടത്? ജർഹ് മുഫസ്സറാകണം, വിശദമായി പറയണം. അല്ലാതെ ഒരാൾ മോശം എന്നാണ് പറഞ്ഞുകൊണ്ട് ആരും മോശാക്കൂല. ഹദീസിനെ സംബന്ധിച്ചുള്ള വിവരക്കേട് ഇനി കേട്ടോ. ഏഴാം പിന്നെ കൃത്യമായി വിശദീകരിക്കാൻ തസ്ഹീഫിനെ സംബന്ധിച്ച് പറയാൻ അദ്ദേഹം പറഞ്ഞു അന്ന ഖൗലഹു തതവല്ലു എന്ന ആ വാക്ക് തസ്ഹീഫുൻ, ആ പദം തന്നെ ആ ഹദീസിൽ കടത്തിക്കൂട്ടപ്പെട്ടതാണ്. അപ്പൊ തസ്ഹീഫുൻ എന്ന് കണ്ടാൽ അത് കടത്തി കൂട്ടപ്പെട്ടതാണെന്ന് അയാൾ അർത്ഥം പറഞ്ഞത്. ഇയാൾക്ക് ഹദീസിനെ സംബന്ധിച്ച് ഒരു ചുക്കുമറിയില്ല. ഇയാളാണ് ഇപ്പൊ ഹദീസിനെ പറ്റി സംവാദത്തിന് വന്ന ആള്. സുബ്ഹാനല്ലാഹ്. തസ്ഹീഫുൻ എന്ന് പറഞ്ഞാൽ കടത്തിക്കൂട്ടപ്പെട്ടത് എന്നല്ല അർത്ഥം. പഠിച്ചു വെച്ചോ. ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീസിന്റെ ലഫ്ദിൽ ഏതെങ്കിലും ഒരു ലഫ്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും യാ ബ ആവുക, അല്ലെങ്കിൽ ബാ ത ആവുക, അല്ലെങ്കിൽ താ സ ആവുക, അതിൽ പുള്ളികളിലോ അതുപോലെ തന്നെ ഹർഫുകളിലോ വരുന്ന വ്യത്യാസത്തിനാണ് തസ്ഹീഫ് എന്ന് പറയുക. അതല്ലാതെ കടത്തിക്കൂട്ടിയതിനല്ല തസ്ഹീഫ് എന്ന് പറയാം. അപ്പൊ ഇമ്മാരി പൊട്ടപ്പോയത്ത. ഇനി കേട്ടോ അടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു ലിമൻ ഹാദൽ ഖസ്ർ, ആരുടേതാണ് ഈ കൊട്ടാരം? ഖാലു, അവർ പറഞ്ഞു ഉമറ, അത് ഉമറിന്റേതാണ് എന്ന് പറഞ്ഞു. ഫദകർതു ഖൈറത്തുഹു ഫവല്ലൈതു മുദ്ബിറാ, അങ്ങനെ അദ്ദേഹത്തിന് ഈർഷ്യമുണ്ടാവുകയും അദ്ദേഹം പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഫദകർതു ഖൈറത്തുഹു ഫവല്ലൈതു മുദ്ബിറാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിനെ പറ്റി യാഹന്ത പരിഭാഷറിന് ആ പരിഭാഷ അങ്ങനെയല്ലാതെ അബദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഒന്നുകൂടി ഇട്ടെടുത്താൻ. അപ്പോൾ ഞാൻ ചോദിച്ചു ലിമൻ ഹാദൽ ഖസ്ർ, ആരുടേതാണ് ഈ കൊട്ടാരം? ഖാലു, അവർ പറഞ്ഞു ഉമറ, അത് ഉമറിന്റേതാണ് എന്ന് പറഞ്ഞു. ഫദകർതു ഖൈറത്തുഹു ഫവല്ലൈതു മുദ്ബിറാ, അങ്ങനെ അദ്ദേഹത്തിന് ഈർഷ്യമുണ്ടാവുകയും അദ്ദേഹം പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ പോയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കൊട്ടാരം സ്വർഗത്തിൽ കണ്ടു. അപ്പൊ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആർക്കാണ് ഈ കൊട്ടാരം? അപ്പൊ ഉമറിന്റെതാണ്. അപ്പൊ ഉമറിന്റെ ദേഷ്യം വിചാരിച്ച് ഞാൻ പിന്തിരിഞ്ഞു പോയിന്ന, അങ്ങനെ അദ്ദേഹം പിന്തിരിഞ്ഞു പോയി എന്നർത്ഥം പറയാൻ. അപ്പൊ തൂ എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ അർത്ഥം പോലും തെറ്റിച്ചു വായിക്കുകയാണ്. ഇനി മാത്രമല്ല, ഇമാം നവവിയുടെ പേരിൽ മറ്റൊരാളെ തട്ടിവിടുന്ന കളവ് കേട്ടോളൂ നിങ്ങൾ. അതുപോലെ വേറെയും പല പണ്ഡിതന്മാർ, ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ, ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ هذه الرواية باطلة وكيف يمكن القول بصحتها والله يقول والله يعصمك من الناس ولا يفلح الساحر حيث أتى. ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ അതിന്റെ ഇമാം നവവി തന്റെ ശറഹുൽ മുഹദ്ദബിൽ സിഹിറിന്റെ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാദിഹി റിവായത്തുൻ ബാത്തില എന്ന്. ഞാൻ ലോകത്തുള്ള മുഴുവൻ മടവൂർ സുഹൃത്തുക്കളോടും ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള ഈ ഭൂമിക്ക് മുകളിലുള്ള ഏത് ശറഹു മുഹദ്ദബിലാണ് ഇമാം നവവി ഹാദിഹി റിവായത്തുൻ ബാത്തില എന്ന് പറഞ്ഞത്? ഇമാം നവവിയുടെ അഭിപ്രായമായി പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കളവ് പറയുന്ന സുഹൃത്തുക്കളെ? നിങ്ങൾക്കൊരു ഹദീസിനെ തട്ടണമെങ്കിൽ ഇമാം നവവിയുടെ പേരിൽ നിങ്ങൾ കളവ് പറയണോ? അത് ഇമാം നവവി പറഞ്ഞതല്ല, നിങ്ങളെപ്പോലെയുള്ള മുഅ്തസിലിയാക്കൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇമാം നവവി പറയണത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? നാളെ ഇയാൾ പ്രസംഗിക്കും, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ഖുർആനിലുണ്ട്. ഉസൈർ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുന്നു. അവന്താ തെളിവ്? വഖാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ മസീഹ് ഇബ്നുല്ലാഹ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അല്ലാഹ് പറഞ്ഞു ഈസാ നബി അള്ളാഹിന്റെ പുത്രനാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? അത് ആര് പറഞ്ഞു എന്ന് പറയാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു എന്ന് പറഞ്ഞ ഈ അല്ലാഹ് ഉദ്ധരിക്കാണ്. ഇതുപോലെ നിങ്ങളെപ്പോലെയുള്ള മുഅ്തസിലിയാക്കൾ പറയുന്നു എന്ന് പറഞ്ഞ് ഇമാം നവവി ഉദ്ധരിച്ചതിനെ നവവിയുടെ അഭിപ്രായമായി ഇയാൾ കോട്ടിമാട്ടി. ഇതൊക്കെ ഇസ്ലാം ദീന, അതൊക്കെ തന്നെ. എന്താ സഹോദര, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൂട്ടിമാട്ടുന്നത്? നേർക്ക് നേരെ
എന്നല്ല പറഞ്ഞിട്ടില്ലേ? പരലോകത്ത് സത്യസന്ധന്മാർക്ക് അവിടെ സത്യസന്ധത മാത്രം ഉപകാരപ്പെടുള്ളൂ, നുണയന്മാർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ എന്തിനാണ് ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ഇവിടെ അതിന് അലിമദനി സാഹിബ് നമ്മുടെ വാദത്തിൽ പോലും ഇയാൾ തട്ടിപ്പ് നടത്താൻ എന്തൊരു തട്ടിപ്പ് കളവ് കേട്ടോളൂ. വാദം എഴുതാൻ പോലും പലപ്പോഴും ഇവർക്ക് കഴിയാറില്ല. ഹദീസ് നിഷേധം കുറിച്ചായിരുന്നു സംവാദം. അതിൽ ഇവരെന്താ വാദം എഴുതിയിട്ടുള്ളത്? നമ്മളെ കുറിച്ചൊരു ആരോപണം എഴുതി. എന്താ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഹദീസ് വിധാന ശാസ്ത്രപ്രകാരം സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസുകളെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇതാ വാദം. ഹദീസ് നിഷേധത്തിൽ അവരുടെ വാദത. മുൻഗാമികളുടേത് നിങ്ങൾ എടുത്തു ധരിക്കുന്നത്, മുൻഗാമികളുടെ വിമർശനം നിങ്ങൾ എടുത്തു ധരിക്കുന്നത് നിങ്ങളുടെ കാപട്യമാണ്. അതല്ല നമ്മുടെ എഴുതിയ വാദം. നമ്മുടെ എഴുതിയ വാദമല്ല. പിന്നെ അഹ്ലുസുന്ന അംഗീകരിക്കുന്ന സ്വഹീഹായ ഹദീസുകൾ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാർ നടത്തിയ വൈജ്ഞാനിക നിരൂപണങ്ങളെയും അതുപോലെ തന്നെ ആ നിരൂപണങ്ങളെ എടുത്തുധരിക്കുന്ന പേരിൽ നിങ്ങൾ നടത്തുന്ന ഹദീസ് നിഷേധങ്ങൾക്ക് മറയിടുന്നത് കാപട്യമാണ് എന്ന് എഴുതിയത്. നിങ്ങളുടെ ഇയാൾ നേരെ കൂട്ടി മാറ്റിയിട്ട് നിരൂപണം എടുത്തുധരിക്കുന്നതന്നെ ഹദീസ് നിഷേധം നമ്മുടെ എഴുതിയത്. നോണ, കളവ്. സഹോദരങ്ങളെ, ഇതാണ് ഇവരുടെ ദീനി പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കി. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിനു മുമ്പ് അവർ കൊടുത്ത ഹെഡിങ് എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പരിപാടിയുടെ? ഖുർആൻ നിഷേധികൾ വെട്ടിലായ നന്ദി സംവാദം. അൽഹംദുലില്ലാഹ്, വളരെ ശരിയാ. ആരാണ് ഇവിടെ ഖുർആൻ നിഷേധിച്ച് നമ്മൾ ശരിക്കും കണ്ടല്ലോ. ആരാണ് വെട്ടിലായത് നമ്മൾ കണ്ടു. ഇൻഷാ അല്ലാഹ് ബാക്കി താജുദ്ദീൻ സലാഹി വിശദീകരിക്കും. എന്നിട്ട് നമ്മൾ ഖുർആൻ നിഷേധികളാണെന്ന് വരുത്തി തീർക്കാൻ എന്റെ നാട്ടുകാരനായ എന്റെ ഉസ്താദ് കൂടിയായ അലിമദനി സാഹിബ് കെടുന്ന പെടാപ്പാട് നിങ്ങൾ കണ്ടോളൂ. ആലോചിച്ച് നിങ്ങൾ സൂറത്ത് ബഖറയിലെ 156-ാമത്തെ ആയത്ത്, യൂനുസിലെ 18-ാമത്തെ ആയത്ത്, സൂറത്ത് അഹ്റാഫിലെ 194 മുതൽ 96 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അഹ്കാഫിലെ 5-6 ആയത്ത്, സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്, സൂറത്ത് ഫാത്തിറിലെ 13 മുതൽ 17 വരെ ആയത്തുകൾ, സൂറത്ത് ഇസ്രായിലെ 56-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ് തന്നെ നിഷേധിച്ചവരാണ് നിങ്ങൾ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ നിഷേധിച്ച ലിസ്റ്റാണ്. ഓ അലിമദനി സാഹിബേ, ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. ആ ഒറ്റ വാക്കേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ സഹോദര, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. അത് മാത്രമേ സഹോദരങ്ങളെ പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളൂ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ ആദ്യം ഓതിയ ആയത്ത്, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. നരകത്തിൽ നരകവാസികളുടെ മുഖങ്ങൾ ഇങ്ങനെ കിട്ടി അളക്കമറിക്കപ്പെടുമ്പോ അവർ പറയും, റസൂല, ഞങ്ങൾ അള്ളാഹുനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ച് നിങ്ങൾ എത്ര നന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ അനുസരിച്ചു, സബീല, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു പോയി. ഇത് ഖുറാഫികൾക്ക് മാത്രം ഉള്ള ആയത്തല്ല, നിങ്ങൾ കൂടി ഇത് മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ മടവൂർ സുഹൃത്തുക്കൾ ചിന്തിക്കണം, ആലോചിക്കണം, നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സത്യാന്വേഷികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഒരു സന്ദർഭം വളരെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിമർശനങ്ങൾക്കും വിലയിരുത്തലുകൾക്കുമൊക്കെ വേദിയായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ബഹുമാനനായ അബ്ദുൽ മലിക് സലഫിയുടെ സംസാരം പൂർത്തിയാകുമ്പോൾ ഇനി ഒരു സംസാരത്തിന് അവസരമില്ലാത്ത വിധം, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം നിർത്തേണ്ടതിലേറെ കുറച്ചു നേരത്തെ അദ്ദേഹം നിർത്തി എന്നാണ്
എനിക്കെന്റെ സദസ്സിനെ ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ഏതാണെങ്കിലും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുജാഹിദുകൾ അവർ ഖുർആൻ നിഷേധികളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി വന്നവർ അത് സമർത്ഥിക്കാൻ മാത്രം മറന്നുപോയി എന്നതാണ് ആ പരിപാടി മൊത്തം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. അവസാനം കുറച്ച് റെഫറൻസ് പറഞ്ഞ് നിങ്ങൾ അവസാനം ഇവിടെ കേട്ടല്ലോ 9, 26, 36, 56 നിറഞ്ഞു പോവുകയാണ് ചെയ്തത്. ബഹുമാനനായ അലി മദനിയും കരിമ്പിലാക്കലും ഒക്കെ കഴിഞ്ഞ 10 കൊല്ലമായി കിട്ടിയ മൈക്രോഫോണുകൾക്ക് മുന്നിൽ മുഴുവൻ സംസാരിച്ചത് ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണെങ്കിൽ നന്ദിയിൽ നിന്ന് ലോകത്തെമ്പാടും എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ കാഴ്ചയിൽപ്പെടാത്ത ആളുകളെ കൂടി സാക്ഷി നിർത്തി ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ അവതരിപ്പിച്ച ഇൻഡെക്സ് തെളിയിക്കാൻ ഇനിയും നിങ്ങൾ നന്ദിയിൽ വരണം. ഇവിടെ മുജാഹിദ് പക്ഷത്ത് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് നടക്കുന്നവർക്ക് ഇത് വയറ്റിപ്പഴുപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വട്ടം കൂടി നിങ്ങളത് ആവർത്തിച്ചാൽ ആർക്കാണിത് വയറ്റിപ്പഴുപ്പ് എന്ന് ഇൻഷാ അല്ലാഹ് നന്ദിയിലെ ചില അനുഭവങ്ങൾ വെച്ച് ഞങ്ങൾ ഇത് തെളിയിക്കും. ഇവിടെ സംസാരിച്ച അബ്ദുൽ മലിക് സലഫിക്ക് ജീവിക്കാൻ വേണ്ട ജോലിയും അനുബന്ധങ്ങളുണ്ട്, ഫൈസൽ മൗലവിക്കുണ്ട്, എനിക്കുണ്ട്, ഞങ്ങൾക്കൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, ഇത് വയറ്റിപ്പഴുപ്പായതുകൊണ്ടാണ് നമ്മൾ ഇതിന് വരുന്നത്. ഇനിയും മറുപടിക്ക് വരുന്നത് ഇനിയും വരും. മൂക്കയറിട്ടങ്ങളെ കൊണ്ട് പിടിച്ചു കൊണ്ടുവരും ചെയ്യും, ഒരു സംശയമല്ല. നന്ദിയിൽ ഒരു 10 റൗണ്ട് ഈ സംഗതികൾ നടക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഇവിടെ ഖുർആൻ നിഷേധം ഉന്നയിച്ചല്ലോ, ആ ഖുർആൻ നിഷേധം തെളിയിക്കും നിങ്ങൾ. ആ ഖുർആൻ നിഷേധം ഓരോന്നും എവിടെ ഞങ്ങൾ ഏത് നിലക്ക് നിഷേധിച്ചു എന്ന് തെളിയിച്ച് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് അവസാനപ്പോ ഇവിടെ ഉണ്ടായ മൊത്തം ചുരുക്കം എന്താ അറിയോ? മൊത്തത്തിന്റെ ഏറ്റവും ഒരു ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ബഹുമാനനായ അബ്ദുൽ അസീസ് മദനി ഫൈസൽ മൗലവി ആ ശബ്ദ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കും. അദ്ദേഹം പറഞ്ഞത് പാട്ടിന് ചിലപ്പോ ഒരു 5 മിനിറ്റ്, പാട്ടിന് ചിലപ്പോ 2 മിനിറ്റ്, പാട്ടിന് ചിലപ്പോ 2 മണിക്കൂറിലേറെ സ്വാധീനം ഉണ്ടാകുന്നതാണ്. എന്നാൽ അവസാനം പ്രസംഗിച്ചത് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലായിരുന്നല്ലോ. നല്ല പാട്ടുകാരനാ, പാടിയാ മതിയായിരുന്നു. അബ്ദുൽ മലിക് സലഫിനെ പറ്റിയും അതേപോലെ തന്നെ അദ്ദേഹം നടത്തിയ തട്ടിപ്പുകളെ പറ്റിയൊക്കെ ഒന്ന് പാടിയാ മതിയായിരുന്നു. പാടിയിട്ടെങ്കിലും കൂട്ടത്തില് വീണി ഹാർമോണിയൊക്കെ നിങ്ങൾക്ക് ഹലാലുമാണ്. ഇപ്പുറത്ത് ഹാർമോണിയം വഹിക്കാൻ 2 ആളെ ഇരുത്തും കൂടിയും ചെയ്താൽ സംഗതി വൃത്തിയായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണ വരുമ്പോ നിങ്ങൾ തന്നെ പറഞ്ഞ അസലനുസരിച്ച് നിങ്ങൾ ഹാർമോണിയം വീണയൊക്കെ കൊണ്ട് വരും. എന്നാൽ ചിലപ്പോ കേൾക്കാനും മുജാഹിദുകളല്ലാത്ത കുറച്ച് ആൾക്കാരെ കിട്ടാനും സാധ്യത ഉണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ പോയിന്റ് പരിശോധിക്കാനാണ്. അത് തന്നെ പൂർണ്ണമായ പരിശോധനയ്ക്ക് ഇവിടെ സമയമല്ല. നമുക്ക് CD ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അത്ര വിശദമായൊരു പരിശോധന ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വൈജ്ഞാനികമായ ചില ചർച്ചകൾക്ക് വേണ്ടി നമ്മൾ സമയമെടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ കേട്ടോളൂ. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പൊട്ടൊരു പ്രശ്നമല്ല. എന്തുകൊണ്ട്? അതൊക്കെ ചോദ്യം ചോദിക്കാൻ അറിയണ്ടേ. 1-ാം തീയതിയിലെ സംവാദത്തിൽ ആദർശവതിയാൻ ആരോപണവുമായി നമ്മൾ അങ്ങോട്ട് ചോദിച്ചിരിക്കുന്ന 10-12 ചോദ്യങ്ങളിൽ ഒന്നിനു പോലും ഉത്തരം അറിയാത്ത ആ മനുഷ്യൻ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ പോലും വിഷയത്തോട് നീതി പുലർത്തിയില്ല. ചോദ്യം ചോദിക്കാൻ അബ്ദുൽ മലിക് സലഫിക്ക് അറിയില്ല, വിഷയത്തോട് നീതി പുലർത്തിയില്ല. ഞാൻ ഇതാണ് പരിശോധിക്കാൻ പോണത്. ആർക്കാണ് ചോദ്യം ചോദിക്കാൻ അറിയാ, ആർക്കാണ് ഉത്തരം പറയാൻ അറിയാം? നമുക്ക് നോക്കാം. എത്ര ചോദ്യങ്ങൾ പരിശോധനാ വിധേയമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ചില പരിശോധനകളിലേക്ക് വരികയാണ്. അബ്ദുൽ മലിക് സലഫിക്ക് ചോദ്യം ചോദിക്കാൻ അറിയല്ലേ? ചോദ്യങ്ങൾ വിഷയബന്ധിതമാണോ അല്ലേ? 1-ാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. ഞങ്ങളുടെ 1-ാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറയാതിരിക്കാനാണ് ഞാൻ ആദ്യമായി കൊണ്ട് ഈ ഇവിടെ ജമഈയത്തിന്റെ തീരുമാനം വായിച്ചത്. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ സലഫിന്റെ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളും സ്വീകരിച്ച് ഒപ്പുവെച്ചതാണ്. ആ തീരുമാനത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ 1-ാമത്തെ ചോദ്യം, എന്റെ ചോദ്യം ശരിക്കും സഹോദരന്മാർ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇതാണ് ഞങ്ങളുടെ 1-ാമത്തെ ചോദ്യം. അബ്ദുൽ മലിക് സലഫിക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ലല്ലോ. ശരി, എന്നാൽ ഈ ചോദ്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം എന്താ അറിയോ? അല്ല, നിങ്ങളിപ്പോ ശരിക്കും ആരെയാണ് ഉദ്ദേശിച്ചത്? കേട്ടോളി. ഇനി ഇപ്പൊ ഒരു ചോദ്യം വന്നെന്തറിയും, വിശുദ്ധ ഖുർആനിൽ നിന്ന്
അതിൽ പറയപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഈ ചോദ്യം നിങ്ങൾ ആരെ ഉദ്ദേശിച്ച് ചോദിച്ചതാണ്? നിങ്ങൾ ആരെ ഉദ്ദേശിച്ച് ചോദിച്ചതാണ്? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണല്ലോ. ആരാണ് ഇതിന്റെ ഫായില് എന്ന് അദ്ദേഹം കറക്റ്റ് അബ്ദുൽ മലിക് സൽഫി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. കേട്ടോളൂ. എന്റെ ചോദ്യം ലത്തീഫ് മൗലവിയെ ബുദ്ധിമുട്ടിലാക്കി എന്നാണ് തോന്നുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? അപ്പൊ നിങ്ങൾക്ക് അഡ്രസ് ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അഡ്രസ് ഇല്ലാതായോ? വാല് പോയാ? പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വാചകം എന്താ അറിയോ? അബ്ദുൽ മലിക് സലഫിക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ലല്ലോ, ഇവിടെ നന്ദിയിൽ വന്ന് പൊട്ടിച്ചു പോയതാ. ഇത് കേട്ടപ്പോ, ഈ ചോദ്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത പ്രതികരണം ഇതൊരു പുതിയ കാര്യമാണ്, ഇതൊരു പുതിയ കാര്യം, അങ്ങനെയൊന്നും ചോദിക്കരുത്, നിങ്ങൾ എഴുതി തരുന്ന ചോദ്യം ചോദിച്ചോളെ ഞങ്ങളെന്നാ. ഇനി ഒരു സംവാദത്തിന് ഇരിക്കുമ്പോ നിങ്ങൾ ആദ്യം ചോദ്യം ടൈപ്പ് ചെയ്ത് അയക്കുക, എന്നിട്ട് ഞങ്ങൾ ചോദിച്ചാരാ. അത് ചോദിച്ചാൽ പോലും സുഹൃത്തുക്കളെ മറുപടി പറയാൻ ഇവർക്ക് കഴിയോ എന്നാണ് ഇപ്പൊ ഞങ്ങളെ സംശയം. ഏതാണെങ്കിലും ഇതൊരു പുതിയ കാര്യമാണ്, ഇത് 99-ലൊന്നുമില്ല, ഇപ്പൊ വന്നൊരു പുതിയ കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. 1999 മുതൽ 2002 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങളിലും ഖുർആനിലെ ഇന്ന വിഷയം ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് പുതിയ കണ്ടുപിടുത്തമാണ്, അത് പുതിയ കണ്ടുപിടുത്തമാണ്. ഏതായാലും ഞങ്ങൾക്ക് ആ വിഷയത്തെ ഒറ്റവാക്കിൽ മറുപടി അറിഞ്ഞാൽ മതി. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യവും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കുന്നില്ല. ചോദ്യം അവിടെ കഴിഞ്ഞു, ഉത്തരം അവിടെ കഴിഞ്ഞു. ഉത്തരം എങ്ങനെ കഴിയൂല? ഉത്തരം കഴിയണമെങ്കിൽ ഞങ്ങൾ തരുന്ന അടുത്ത തെളിവിന്റെ ഉത്തരങ്ങൾ പറയണം. അടുത്തതെന്താ? നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തെളിവ് തന്നു. തെളിവ് പിടിച്ചോ? പറഞ്ഞു അൽഹംദുലില്ലാ, ഞങ്ങൾ ആരും അങ്ങനെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ നിഷേധിച്ചിട്ടുണ്ട്. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എഴുതിയിട്ടുണ്ട്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ അവന്റെ യമീൻ കൊണ്ട് ചുരുട്ടി പിടിക്കുമെന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മുസ്ലിമുകളുടെ വിശ്വാസമല്ലോ, ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിഷേധിക്കാൻ തയ്യാറാകുമോ? അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിതാബ് തൗഹീദിൽ മടവൂര് പറഞ്ഞല്ലോ, എന്ത് അഖീദ പഠിക്കാൻ കിതാബ് തൗഹീദ് പഠിക്കണമെന്ന്. ആ കിതാബ് തൗഹീദ് പഠിപ്പിച്ചു, അതിന്റെ അവസാന ഭാഗത്ത് ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാം റൗണ്ടിൽ വന്നപ്പോ, അടുത്ത പ്രതികരണത്തിന് വന്നപ്പോ, ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയില്ല, ഉത്തരം പറയാൻ അറിയില്ല എന്നൊക്കെ ഇവിടെ വെടിവെച്ച് പോയ ആള് ഞങ്ങൾ സമർപ്പിച്ച തെളിവ് എടുത്തതേയല്ല, അത് നോക്കിയതേയല്ല. അബ്ദുൽ മലിക് സലഫി ഇടപെടുന്നത് നിങ്ങൾ കണ്ടോളൂ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മൗലവി? നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു, എന്താ നിങ്ങൾ തൊടാത്തത്? വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി എന്ന ആയത്തിൽ പറഞ്ഞ അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുമെന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആദർശത്തെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ വസ്സമാവാതു മത്വിയാതുൻ എന്ന ഇസ്ലാമിന്റെ ആദർശത്തെ ജൂദായിസമായി നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ജൂദായിസം എന്ന് പറഞ്ഞു അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞ ആദർശത്തെ. അള്ളാന്റെ ഖുർആൻ ജൂതന്മാരാ തന്നെ? അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? അതാണ് പറഞ്ഞത്. അതിന് തെളിവ് ചോദിക്കുക. അതാണ് നിഷേധം. അത് നിഷേധം തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ് അതിന് നിഷേധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താ. അപ്പൊ ആദർശ വ്യതിയാനം വന്നു അല്ലേ? ആദർശ വ്യതിയാനം വന്നു എന്ന് മാത്രല്ല, ജൂതായിസം ഞങ്ങൾക്കെതിരിൽ ആരോപിച്ച് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് ഒന്നാമത്തെ ചോദ്യത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിൽ തെളിയിച്ചിട്ടുണ്ട്. രക്ഷല്ലോ, അത് ജൂതന്റെ വിശ്വാസം ആണ് എന്നടക്കമുള്ള കാര്യം പറഞ്ഞത് മുന്നിൽ നിൽക്കേ തുടക്കം മുതൽ തക്ബീർ തൊഴിലാളികളായി കൊണ്ടുവന്ന ആളുകള് സ്റ്റേജിൽ നിന്ന് ഒരാള് 2 കൈയും പിടിച്ചോണ്ട് ചാടും. അപ്പൊ അയാളെ ഇപ്പൊ സനത് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അയാൾ പണ്ട് മുസ്ലിയാരായിരുന്നു. ആ മുസ്ലിയാരെ സ്വഭാവം അവിടെ എടുത്തതാണ്. അപ്പൊ അതിനുവേണ്ടി റെഡിയാക്കി നിർത്തിയ ആൾക്കാർ തക്ബീർ ചൊല്ലും. മെല്ലെ ചോദ്യോത്തരത്തേക്ക് കടന്നപ്പോ തക്ബീറാരെ കാണാനല്ല. അപ്പൊ അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ടി വന്നു. അതിനെന്താ ചെയ്തറിയോ? ഇതിന് ഉത്തരം പറയുന്നതിന് പകരം വേറൊരു ആരോപണം കൊണ്ടുവന്നു. വേറൊരു ആരോപണം അബ്ദുൽ മലിക് സലഫിക്കെതിരിൽ കൊണ്ടുവന്നു. അത് നിങ്ങൾ കേട്ടോളൂ. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു, ഇല്ല. പിന്നെ ഉണ്ടെന്ന് കണ്ടുപിടുത്തണ്ട. വസ്സമാവാതു മത്വിയാതുൻ ഫി യമീനിഹി എന്ന ആയത്തിന് ഞങ്ങൾ നിഷേധിച്ചു. ആ ആയത്തിന്റെ വിഷയത്തിൽ അള്ളാഹു കുട്ടി പന്തറിയുന്നത് പോലെ പിന്നെ ഭൂമിയെ എറിയും, ആകാശഭൂമിയെ എറിയും എന്ന് തംസീർ നടത്തിയിരിക്കുന്ന ആളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്.
ഇതിന്റെ വിരോധാഭാസം എന്താ? അയാൾ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഒരു ചാൻസും കൂടി കൊടുക്കും, മൂപ്പർക്ക് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞോട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള സഹോദരൻ എഴുതിയില്ല വിഷയം. അള്ളാഹു ആകാശഭൂമികളെ എങ്ങനെ എഴുതിയത്? അള്ളാഹുവിന് 2 കരങ്ങളുണ്ട്, രണ്ടും വലതാണ്. അള്ളാഹു പറയുന്നു, ആകാശങ്ങൾ അവന്റെ വലതു കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ചവയാണ്. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അവന്റെ വലതു കൈകൊണ്ട് അവൻ എറിയും. കുട്ടികൾ പന്തെറിയുന്നത് പോലെ എന്ന തംസീൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത്? എന്നൊരു പ്രമാണം എന്താ? ഇങ്ങനെ ഒരു പരാമർശം ഞങ്ങൾ. അപ്പൊ ഇപ്പോഴും ആളെ പറഞ്ഞിട്ടില്ല. ഏതാ ചോദ്യം? എന്ന ആയത്തിന് അതിലെ തത്വത്തെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. പറയണം. അത് ജൂതവിശ്വാസമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നോ പറഞ്ഞിട്ടുണ്ട് എന്നോ ഒന്നുമില്ല. നേരെ തിരിച്ച് ഇങ്ങോട്ടൊരു ആരോപണം എടുത്തിട. ആളെ പറയാനും ധൈര്യമല്ല. അപ്പൊ അബ്ദുൽ മലിക് സലഫി നേരിട്ട് ഇടപെട്ടു. ഞങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നേരെ നോക്കിയിട്ടും ഒക്കെ തന്നെ ചെയ്യല്. ഇനി വല്ല അബദ്ധം വന്ന ഒരു ചെറിയ കുട്ടി തിരുത്തി തന്നവരെ തിരുത്താനും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് അബ്ദുൽ മലിക് സലഫി മുബർഖാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ബേജാറാണ്ട, അതിന്റെ ആള് ഞാൻ തന്നെയാണ്. കേട്ടോളി. നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയാം. ഞാൻ കരിമ്പിലാക്കൽ മൗലവി വെല്ലുവിളിക്കുന്നു. കുട്ടികൾ കൈ കൊണ്ടെറിയുന്നത് പോലെ എന്ന് ഹദീസിൽ വന്നിട്ടില്ല എന്ന് പറയാൻ എത്തിമൗലവിക്ക് ധൈര്യണ്ടാ? ഹദീസിൽ അങ്ങനെ ഒരു വാചകം വന്നിട്ടില്ല എന്ന് പറയാൻ ലത്തീഫ് മൗലവിക്ക് ധൈര്യമുണ്ടോ? ഇത് വർത്തമാനത്തിന്റെ ബോർഡ് മീറ്റിംഗ് അല്ല. അതുകൊണ്ടാ ചോദ്യം നിലക്ക് വരുന്നത്. ഏതാണെങ്കിലും അപ്പൊ അദ്ദേഹം എല്ലാ പ്ലേറ്റ് മാറ്റി. വെല്ലുവിളിക്കുത്തരല്ല. വെല്ലുവിളിക്കുത്തരണ്ടോ? വെല്ലുവിളിക്കുത്തരല്ല. എന്താ ഇത്? ഹദീസാണ്, ഹദീസല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരല്ല. ഒരു മെല്ലെ ട്രാക്ക് തെറ്റിച്ചു. വളരെ സമർത്ഥമായി ട്രാക്ക് തെറ്റിക്കണം. നിങ്ങൾ കണ്ടോളി. ഇവിടെ ഇപ്പോൾ ഇയാൾ എഴുതിയിരിക്കുന്ന വിഷയം ഹദീസിൽ ഇല്ലാത്തെന്ന് പറയാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ സിഫത്തുകൾക്ക് തംസീൽ നൽകൽ ശിർക്കാണോ കുഫ്റാണോ? ഈ വിഷയം പറയണം. ആ വിഷയം പറയേണ്ടത്. നിങ്ങൾ തംസീൽ നൽകിക്കൊണ്ട് എഴുതിയത്, അള്ളാഹുവിന്റെ സിഫത്തിന് തംസീൽ നൽകിക്കൊണ്ട് നിങ്ങൾ എഴുതിയത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതാ ചോദ്യം. അതാണ് വിഷയം. അത് പറയാതെ അത് ഹദീസിൽ ഇല്ല എന്ന് പറയാൻ പറ്റോ? എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല, അതിൽ സംശയമല്ല. കാരണം എന്താ അറിയോ? അബ്ദുൽ മലിക് സലഫി വളരെ കൃത്യമായി ഇടപെട്ടു. ഇവിടെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ബാക്കിയാണ്. ഒന്നാമത്തെ ചോദ്യം ബാക്കിയാണ്. ആ ചോദ്യത്തിന്റെ സമയത്ത് അയാൾ സ്വയം ചോദ്യകർത്താവായി രംഗത്ത് വരുന്നതിന് ഞങ്ങൾ കൊടുത്ത പ്രതികരണം അത്. അബ്ദുൽ മലിക് സലഫി അദ്ദേഹത്തിന്റെ ഈ തംസീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ കണ്ടോളൂ നിങ്ങൾ. ആദ്യം അത് വിചാരിച്ചത് ഹദീസിലൊന്നും ഉള്ളതല്ല, ഞാൻ വെറുതെ എഴുതി വിട്ടതാണ്. പിന്നെ ഹദീസാണെന്ന് പറഞ്ഞപ്പോ ഒരു തശ്ബീഹ് നമുക്ക് ചാടി. ഞങ്ങൾ പറയുന്നു, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ തശ്ബീഹിനെ സംബന്ധിച്ച് ഞങ്ങൾ വായിച്ചു വന്ന വാചകം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് വായിക്കാൻ ലത്തീഫ് മൗലവിക്ക് ധൈര്യമുണ്ടോ? ഇബ്നു കസീറിന്റെ തഫ്സീറാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ സൂറത്തുൽ അറാഫിന്റെ സുമ്മസ്തവ അലൽ അർശ് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ആദർശം. ആ ആദർശത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിലെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നമ്മുടെ നയം വ്യക്തമാക്കി. അദ്ദേഹത്തിന് അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടും അവന്റെ കരങ്ങൾ കൊണ്ട് എന്ന വിഷയം നിഷേധിച്ചതിന് ഉത്തരല്ല. അപ്പൊ ഈ 5 മിനിറ്റ് കിട്ടിയ മൈക്കിന്റെ മുമ്പിൽ സമയം പൂർത്തിയാക്കണല്ലോ. ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയോ അല്ലേ? നിങ്ങൾ ശരിക്കു പഠിച്ചോളീം. അദ്ദേഹം അതുകൊണ്ട് തന്നെ വീണ്ടും ആ വിഷയത്തിൽ കടന്നു മറിയുന്നത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. കുട്ടി പന്തറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തംസീൽ അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് പറയണം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന അബ്ദുൽ ഫലിലിന്റെ പിതാവ് അബ്ദുൽ ഹക്ക് സുല്ലമി എഴുതിയത് എന്താ? പോലെ അല്ലെങ്കിൽ തംസീല് എന്നത് പറ്റൂല എന്നാണ് എഴുതിയത് എന്നാണ് അല്ലേ? അതിന് അസ്മാ വസിഫാത്തിന്റെ ബാബ് ഉസ്താദുമാരെ മുന്നിലിരുന്ന് ഓതണം, പഠിക്കണം. അപ്പൊ മനസ്സിലാകും. ഇദ്ദേഹം വിചാരിച്ചത് പോലെ എന്ന് കണ്ടതൊക്കെ ഒരേപോലെയാണെന്നാ. പോത്തും ചെമ്പോത്തും അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ ചിലപ്പോ ഒന്നായിരിക്കും. ഞങ്ങൾക്കത് ഞങ്ങൾക്ക് രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? ഇവിടെ സുഹൃത്തുക്കളെ അബ്ദുൽ മലിക് സലഫി നല്ല നിലക്ക് ഇടപെട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാന്ന് കാണുമ്പോഴത്തിനൊക്കെ കൂടെ തംസീലാക്കണ്ട അല്ലെ? കാ എന്ന് കാണുമ്പോഴത്തിനൊക്കെ കൂടെ തംസീലാണെന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ
ഇസ്ലാം നിരാകരിച്ച, ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞ തംസീലിന്റെ തലത്തിൽ അതിനെ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങൾ കേട്ടോളൂ. ആരെങ്കിലും അങ്ങനെ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കുട്ടി എറിയുന്നത് പോലെ കാ വന്നാലൊക്കെ തസ്ബീഹല്ല മൗലവി, അതെങ്കിലും ഒന്ന് പഠിക്കണ്ടേ? അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി എന്ന് പറഞ്ഞ തസ്ബീഹ, അത് പൂർണ്ണമായ തസ്ബീഹാണോ? അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് ദീൻ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. അവിടെ രണ്ട് തെളിവ്. മസലു നൂരിഹി എന്നുള്ള മസൽ, രണ്ട് കമിഷ്കാത്തിൻ, അവിടെ ഉണ്ട് കാഫ്. അപ്പൊ എന്താ അതിന്റെ അടിത്തറ? അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ പറയുന്നത് പോലെ കമാ വസഫ ബിഹി നഫ്സുഹു وبما وصف به رسوله من غير تحريف ولا تعطيل ومن غير تكييف ولا تمثيل ولا مدخل للعقل في باب اسماء الله وصفاته. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ കിതാബിൽ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ ഇപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലായില്ലേ? അത് വായിച്ച അബ്ദുൽ മലിക് സലഫി ഒന്നുകൂടെ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹിനെ പറ്റി കാന്നോ മിസ്ലുനോ പറഞ്ഞാൽ അത് കുറ്റകരമല്ല, അത് വ്യതിയാനമല്ല, അത് അസ്മാ വസിഫാത്തിലെ തൗഹീദിൽ നിന്നുള്ള വ്യതിയാനമല്ല എന്ന് അദ്ദേഹം ഒന്നുകൂടി സമർത്ഥിച്ചു കൊടുത്തു. നിങ്ങൾ കേട്ടോളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കമാ വസഫ ബിഹി നഫ്സുഹു, മിണ്ടിയിട്ടില്ല. ഇബ്നു കസീർ എന്താക്ക് വായിക്കാൻ മടി? ഇല്ലെങ്കിൽ ഞാൻ തരാം. നിങ്ങൾ കുറച്ച് ഫത്ഹുൽ ബാരിയും വായിച്ച് കയറ്റിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഫത്ഹുൽ ബാരിയൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത സംവാദത്തിൽ കൊണ്ടിരിക്കും. ഇപ്പൊ തംസീലും സിഫാത്തും കൊണ്ടേ ഇതാ ഇബ്നു കസീർ ഞാൻ കയ്യിൽ തരവാണെങ്കിൽ അപ്പുറത്തിന് മദീസലമിനെ കൊണ്ട് ഇറാബിറ്റി വായിപ്പിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അല്ലാഹു കമാ വസഫ ബിഹി നഫ്സുഹു എന്ന് പറഞ്ഞാൽ അത് തസ്ബീഹല്ല മൗലവി, അത് തസ്ബീഹല്ല. അള്ളയും റസൂലും അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ വിശദീകരിക്കൽ തസ്ബീഹല്ല. നിങ്ങൾക്ക് തസ്ബീഹ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, മലയാളം ഞാൻ എഴുതിയത് മനസ്സിലായിട്ടില്ല, റസൂലുള്ളാഹിന്റെ ഹദീസ് ആകെ സംഗതി എന്ത് ചെയ്തു? പിടുത്തം വിട്ടു. മനസ്സിലായില്ലേ? ഇതിമൊന്നും പിടുത്തം വിട്ടു. അപ്പൊ അവിടെ പുസ്തകത്തിലുണ്ട്, ഇവിടെ കിതാബിലുണ്ട്, അവിടെ ഇബ്നു കസീറിലുണ്ട് എന്ന് പറഞ്ഞപ്പോ കുറെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിൽ ഏതാ എടുക്കുക? അദ്ദേഹം ഇരുന്ന് തപ്പാണ്. നിങ്ങൾ കണ്ടോളി. ആരാ പിളർത്തിയത്? പുസ്തകം ഇറക്കുമ്പോ നിങ്ങൾ നോക്കണം. പുസ്തകം ഇറക്കുമ്പോൾ ഇപ്പൊ നോക്കാണ്, അത് നോക്കി വന്നിട്ടില്ല. പറയുമ്പോ നോക്കണം ലത്തീഫ് മൗലവി. എന്തെങ്കിലും കുട്ടികൾ കൈകൊണ്ട് ചാടി വീണതാ മൂപ്പര്. അതൊക്കെ പറയുമ്പോ നോക്കണം. പഠിച്ചിട്ട സംഭവത്തിന് വരണ്ട്. അത് ഖുർആൻ നിങ്ങൾ നിഷേധിക്കാൻ നടക്കല്ലേ? നിങ്ങൾ ഖുർആനെയും ഹദീസിനെയും നിഷേധിക്കാൻ നടക്കല്ലേ? നിഷേധിക്കാതെ മനഹജനുസരിച്ച് പഠിക്ക്. ഇനി അവസാനം എന്തായെന്നറിയോ? ആ സംവാദം കഴിഞ്ഞു. അതിൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ബഹുമാനനായ എന്റെ സുഹൃത്തിനെതിരിൽ അദ്ദേഹം ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഈ തട്ടിപ്പ്, അതും തട്ടിപ്പാണ്, അതും കൃത്രിമമാണ്. അബ്ദുൽ മലിക് സലഫിയെ പെരുങ്കള്ളൻ എന്ന് വിളിച്ചവർ സ്വന്തം സ്വഭാവം മറ്റുള്ളവർക്ക് നേരെ എടുത്തെറിയുകയാണ് ചെയ്തത്. നിങ്ങൾ കണ്ടല്ലോ. ഫത്ഹുൽ ബാരിയുടെ പേരിൽ തട്ടിപ്പ്, ഖുർആനിന്റെ പേരിൽ തട്ടിപ്പ്, സ്വഹാബികൾ ജാഹിലിയ കാലത്തെ മനുഷ്യരെ സ്വഹാബികളായി അവതരിപ്പിച്ചുള്ള തട്ടിപ്പ്, മൊത്തം തട്ടിപ്പ്. കൂട്ടത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി എടുത്ത് മരുന്നോ, അതും തട്ടിപ്പ്. അതുകൊണ്ട് അടുത്ത സംവാദത്തിലെ വിഷയാവതരണം ഞങ്ങൾ തുടങ്ങിയത് ഈ തട്ടിപ്പ് പൊളിച്ചിട്ടാണ്. അടുത്ത സംവാദം 8-ാം തീയതിയിലെ സംവാദത്തിൽ ഈ എറിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അബ്ദുൽ മലിക് സലഫി പറഞ്ഞ കമന്റ് കൂടി നിങ്ങൾ കേട്ടോളൂ. ബഹുമാന്യനായ ലത്തീഫ് മൗലവി, എന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു വാചകം വായിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ സിഫാത്തിന് തസ്ബീഹും തംസീലും നടത്തിയവനാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ബഹുമാന്യനായ ലത്തീഫ് മൗലവി എന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ വാചകം മുഴുവൻ വായിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഉൻയ എന്ന കിതാബിൽ നിന്ന് ഞാനെടുത്ത് ഉദ്ധരിച്ച വാചകത്തെയാണ് അദ്ദേഹം എന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുള്ളത്. ലത്തീഫ് മൗലവി, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, പരലോകത്തെ പേടിക്കണമെന്ന് മാത്രമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. ലത്തീഫ് മൗലവി അലി മൗലവി അവസാനം ഓതി ആയത്ത് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ എന്താ എഴുതി ഞാൻ വായിച്ചു തരാം. സിഫാത്തുകളെ നിഷേധിക്കുന്ന മടവൂരികളും കുബൂരികളും ഇനി ചെയ്യേണ്ടത് മുഹീദ്ദീൻ ശൈഖിന്റെ അൽ ഉൻയ എന്ന ഗ്രന്ഥം കൂടിയിരുന്ന് വായിച്ചു പഠിക്കലാണ്. അത് പഠിക്കാത്ത തങ്ങൾക്കുള്ള കുഴപ്പം. അതിൽ അദ്ദേഹം പറയുന്നത് കാണുക, അള്ളാഹുവിന് 2 കരങ്ങളുണ്ട്, രണ്ടും വലുതാണ്. അള്ളാഹു പറഞ്ഞു, ആകാശങ്ങൾ അവന്റെ വലത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിച്ചവയാണ്. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അവന്റെ വലത് കൈകൊണ്ട് അവൻ എറിയും. പിന്നെ അവൻ പറയുന്നു, ഞാനാണ്
റാവി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴേക്ക് വീണേക്കുമാർ മിമ്പറിന്മേൽ ഇളകിയതായി ഞാൻ കണ്ടു. അൽ ഉൻയ ലിത്വാലിബി ത്വരീഖിൽ ഹഖി. ഇത് നിങ്ങൾ വായിച്ചവിടെ. ഇനി ഞാൻ ചോദിക്കട്ടെ ലത്തീഫ് മൗലവി, ഈ വാചകം അള്ളാഹു കുട്ടികൾ പന്തെറിയുന്നത് പോലെ പന്തെറിയുമെന്ന വാചകം ഹദീസിലില്ല എന്ന് പറയാൻ, അതാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത്. ധൈര്യം കാണിക്കും സുഹൃത്തുക്കളെ. അപ്പോ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടു. മൂന്നാമത്തെ ചോദ്യം ഞങ്ങൾ കോഴിക്കോട് വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ ചോദ്യം വിടുകയാണ്. രണ്ടാമത്തത് കണ്ണൂരിലും പറഞ്ഞിരുന്നു. നാലാമത്തെ ചോദ്യം കൂടി വിലയിരുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിനുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ഹാർമോണിയത്തിന്റെ ഉസ്താദുമാർ ഉദ്ധരിച്ച ഹദീസുകൾ നഷ്ടപ്പെട്ടപ്പോൾ ബഹുമാന്യരായ നമ്മുടെ ഇവിടുത്തെ ചില മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കൾ വിഷയം പഠിക്കണമെന്ന നിലയ്ക്ക് ഒരു കടലാസ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കടലാസും കൂടി ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഫൈസൽ മൗലവി ഇത് വിശദീകരിക്കും. അവർക്ക് ആ ഹദീസിന്റെ വിശദാംശങ്ങൾ കിട്ടാനും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും തെറ്റാണെങ്കിൽ ഇന്നു തന്നെ ഇസ്തിഗ്ഫാർ നടത്താനും വേണ്ടിയാണ് അവരത് ചെയ്തത്. കാരണം അബ്ദുൽ മലിക് സലഫിന്റെ വിശദീകരണത്തോടു കൂടെ ഹാർമോണിയത്തിന്റെ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത് പൊളിഞ്ഞു. ഞാൻ അടുത്തൊരു ഹദീസ് കിട്ടണം, എന്നാലേ ഞാൻ ഹാർമോണിയം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സത്യസന്ധത അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഫൈസൽ മൗലവിക്ക് വേണ്ടി. നാലാമത്തെ ചോദ്യം കൂടി ഒന്ന് വിലയിരുത്തുകയാണ്. ഏറ്റവും കുറഞ്ഞ ചർച്ച നടന്നത് നാലാമത്തെ ചോദ്യ. അതാണ് അങ്ങനെ എടുക്കാനുള്ള കാരണം. മനസ്സിലായില്ലേ? ഈ സംവാദത്തിൽ, ഒന്നാമത്തെ സംവാദത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം ചർച്ച നടന്നത് നാലാമത്തെ ചോദ്യ. ഖബർ ആഹാദുമായി ബന്ധപ്പെട്ട ചോദ്യം, ഖബർ വാഹിദുമായി ബന്ധപ്പെട്ട ചോദ്യം, ഹദീസുൽ ആഹാദുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്താ ഏറ്റവും കുറഞ്ഞ ചർച്ച നടന്നത്. എന്റെ കാരണം കൂടി ഞാൻ പറയാം. അബ്ദുൽ മലിക് സലഫിക്കും അദ്ദേഹത്തിന്റെ കൂടെ വന്ന മുജാഹിദികൾക്കും ചോദ്യം ചോദിക്കാൻ അറിയോ എന്ന് കൃത്യമായി അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ. നാലാമത്തെ ചോദ്യം വരട്ടെ. കാര്യങ്ങൾക്ക് ഖബറുൽ ആഹാദ് സ്വീകരിക്കാൻ പാടില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും അശ്ശരിയത്തിന്റെയും പിഴച്ചവാദത്തിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് ചോദ്യം തട്ടാൻ നിൽക്കണ്ട. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ മൻഹജ് വേണമെന്നാണ് നിങ്ങൾ എഴുതിയൊപ്പിട്ടിരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിയൊപ്പിട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യം പ്രസക്തമാണ്. ഖബറുൽ ആഹാദ് അഖീദക്ക് പറ്റില്ല എന്ന മുഅ്തസിലിയത്തിന്റെയും ഖവാരിജിന്റെയും മുഅ്തസിലത്തിന്റെയും അശ്ശരിയത്തിന്റെയും വാദം നിങ്ങൾക്കുണ്ട്. ആ വാദത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ചോദ്യം ചെന്നപ്പോ അതിന്റെ ഉത്തരം എന്താ? അതൊക്കെ അടുത്ത ആഴ്ച പറയാം, അതൊക്കെ അടുത്ത ആഴ്ച പറയാം. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. പിന്നെ പുതിയ ചോദ്യം എന്താ? മുഅ്തസിലിയാക്കളുടെ വാദം ഇപ്പോഴും നിലവിലുണ്ടോ? ഞങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവരാ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതല്ലെന്ന് സമർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും വിഷയം കാണുമ്പോഴേക്ക് അവർക്കെതിരെ ചേകനൂരികളാണ്, മുഅ്തസിലികളാണ്, ഖവാരിജുകളാണ് എന്നിങ്ങനെ ആക്ഷേപിച്ച് 99 അത് ഇഖ്വാനിയാണ്, സുറൂരിയാണ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുഅ്തസിലിയാണ്, ചേകനൂരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ തുടർച്ച മാത്രമാണത്. അന്നത്തെ ആരോപണം പിന്നെ ഇഖ്വാനിസത്തിന്റെയും സുറൂറിസത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന അന്നത്തെ ആരോപണം അന്നോ ഇന്നോ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പോലെ തന്നെ തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പുതുതായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മുഅ്തസിലിയത്തിലേക്കും ഖവാരിജിയത്തിലേക്കും ഒക്കെ വരാം. അതിന് നല്ല അവസരമുണ്ട്. അതിന് അടുത്ത ആഴ്ച സമയം വെച്ചത്. അടുത്ത ആഴ്ചയും അതിന്റെ മുമ്പത്തെ ആഴ്ചയും ഒക്കെ കൂടെ ആയിട്ട് ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ കൃത്യമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചേകന്നൂരിസത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാരും ചേകന്നൂരികളാണെന്ന് പറയാനല്ല. രക്ഷപ്പെടണം സഹോദരങ്ങളെ, രക്ഷപ്പെടണം. മുഹമ്മദ് റസൂലുള്ളാഹി എന്നെടുത്ത് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ട്. ആ അശ്ഹദു ശരിയാവണം. ആ അശ്ഹദു ശരിയാകുന്നിടത്ത് വാശി പിടിച്ച് സംഘടനാ സ്റ്റണ്ടും പണ്ടപ്പോഴോ കൊടുത്ത കേസിലെ വാചകത്തിൽ വന്ന വരിയും വ്യാഖ്യാനിച്ച് ചേരിതിരിഞ്ഞു നിന്നാൽ ഖബറിലെ അന്തി ഉറക്കം സുഖകരമായ ഉറക്കമാകില്ല. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അശ്ഹദുവിന് റൗണ്ടിട്ടത് ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ചേകന്നൂരിസത്തിലേക്ക് പോയിരിക്കുന്നു ഞങ്ങൾ പറയണത്. സംവാദാകുമ്പോ ആ പറച്ചിലിന് നിങ്ങളടുത്ത് നിന്ന് ഇങ്ങോട്ട് കനമുള്ളത് പോലെ തന്നെ അങ്ങോട്ടും ചിലപ്പോ കനുണ്ടാകുന്നു മാത്രം. അപ്പൊ ഇവിടെ ഇത് അടുത്ത ആഴ്ചത്തേക്കുള്ള വിഷയമാണോ? അല്ല. കാരണം ചർച്ച എന്താ? ആദർശ വ്യതിയാനം വന്നോ അല്ലേന്നാണ് ചർച്ച, അല്ലെ? തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അബ്ദുൽ മലിക്